ഇതാണ് കാലടി സൗത്ത് ബോയ്സ് ഭക്തജനങ്ങൾക്ക് സ്വാഗതം. ഇതൊക്കെ മാറ്റിയില്ല, പൊങ്കാലൊക്കെ വെച്ച പോടല്ലേ. ചെറിയൊരു പാലം. ഇവിടെയൊക്കെ ലെഫ്റ്റ് റൈറ്റ് എടുത്ത് എവിടെയൊക്കെ എത്തി ഞാൻ ഇപ്പോൾ. ഇത് ലൊക്കേഷൻ ഇതാണ് കാലടിയിൽ കുഴപ്പം. അവിടെ കുറേ ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്, മേസ് പോലെയാണ്. ഇവിടെ നിന്ന് ഈ മെയിൻ റോഡ് കയറാൻ ഇങ്ങോട്ട് പോകണം, ഒരു പിടിയില്ല. ഇവിടെ ഒരു 100 വട്ടം കയറി ഇറങ്ങിയാലും നമുക്ക് റൂട്ട് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇങ്ങോട്ട് ഒതുക്ക്. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഓക്കെ, ശരിയാണ്. ഓർഡർ ഡെലിവറി നല്ല കസ്റ്റമർ കേട്ടോ, ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറയാനുണ്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന നേരത്തെ എല്ലാ കസ്റ്റമറും ചീത്ത കസ്റ്റമറൊന്നുമില്ല. 100-ൽ 10% ഉള്ളൂ. ബാക്കിയുള്ള 90% ആൾക്കാർ വലിയ കുഴപ്പമില്ല. ആ 10% മതിയല്ലോ നമ്മളെ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മളങ്ങനെ മരുതൂർക്കട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നിൽക്കാം, ചെറിയൊരു ക്ഷീണം പോലെ, അത്ര നല്ല വെയിലല്ലേ, അതുകൊണ്ട് അതല്ല റോഡ് ഭയങ്കര മോശമായിരിക്കണം. ഓക്കെ, പോയാലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം. ലെഫ്റ്റ് പോയാൽ മണക്കാട്, റൈറ്റ് പോയി കഴിഞ്ഞാൽ പാപ്പനംകോട്, റൈറ്റിൽ നിന്ന് പോകാം. മണക്കാട് ദൂരം കൂടുതലാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇറാനി റെസ്റ്റോറൻറ്റ് കരമന. ഞാൻ കൊണ്ട് വണ്ടി വയ്ക്കാൻ വിചാരിച്ചപ്പോൾ ഒരാൾ കൊണ്ട് കയറി. ശരി, കുഴപ്പമില്ല, നമുക്ക് ഈ സൈഡിൽ വയ്ക്കാം. നമ്മളിപ്പം പോകുമല്ലോ, റെഡി ആയിട്ടില്ല, പ്രിപ്പയറിംഗ് ആണ്. വണ്ടി ഇവിടെ വെച്ചിരുന്നാൽ ശരിയാവോ? പക്ഷേ വണ്ടി വയ്ക്കാൻ സ്ഥലമൊക്കെ കൊണ്ട് വെക്കണമെങ്കിൽ പോയി കുഴപ്പമില്ല, അവിടെ ഒതുങ്ങിയിരിക്കുകയല്ലേ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 4942 ഓർഡർ പിക്ഡ്. ഇവിടെ റെസ്റ്റോറൻറ്റിലെ ഒരാളുണ്ട്, കറക്റ്റ് പ്രഭുദേവർ അതേ ലുക്ക് കേട്ടോ. പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ കണ്ടപ്പോൾ അതിശയമായി. ഇപ്പോൾ എനിക്ക് പുള്ളിയുടെ മിണ്ടൻ ആഗ്രഹമുണ്ട്, സെൽഫി എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാവശ്യമില്ലാതെ അല്ലേ അവർ പണിയെടുത്തോണ്ടിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ